ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ജയ്പൂർ ട്രിപ്പിൻ്റെ 2ാം ദിവസം, അതായത് ദീപാവലി ദിവസം രാവിലെ തന്നെ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിട്ടോ. ഇത്തവണ ഞങ്ങൾ പോയത് രാജസ്ഥാനിലെ ആംബർ ഫോർട്ട് കാണാനായിരുന്നു. ഇത് അമേർ എന്ന് പറയുന്ന സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫോർട്ടാണ്. ജയ്പൂരിൽ നിന്ന് ഒരു 11 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങ് എത്തിയപ്പോൾ മലമുകളിലെ കോട്ടയും അതിൻ്റെ താഴെയായിട്ട് ലേക്കും ഒക്കെ കണ്ടു കേട്ടോ. നല്ല അതിമനോഹരമായിരുന്നു ആ വ്യൂ. ഞങ്ങൾ ഓൺ ദ വേ അവിടെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഒരു ഗൈഡ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അമിത് എന്നായിരുന്നു പേര്. അദ്ദേഹം ഞങ്ങൾക്ക് ഇനി ഉള്ള ഭാഗങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ തുടക്കം അവിടെ നിന്ന് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങി കേട്ടോ ആള്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ല തിരക്കുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും ഒക്കെ. ഒത്തിരി വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങൾ കാറിന് വീണ്ടും ആ കോട്ടയിലേക്ക് പോയി. ദീപാവലി കാരണം റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കച്ചവടവും പിന്നെ എന്താ പറയുക, സ്വീറ്റ്സിൻ്റെ തകൃതിയായ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ഐറ്റംസിൻ്റെയൊക്കെ കച്ചവടങ്ങളും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി കോട്ടയുടെ മുകൾ ഭാഗത്ത്. അപ്പോൾ കോട്ടയുടെ മുകൾ ഭാഗത്ത് എൻട്രൻസ് എന്ന് പറയുന്നത് ജലേബ് ചൗക്ക് എന്നാണ് പേര്. അത് ഒരു അറബി വാക്കാട്ടോ. അപ്പോൾ അവിടെ പണ്ട് കാലത്ത് സൈന്യങ്ങളുടെ പരേഡൊക്കെ നടന്നിരുന്ന ഭാഗമാണ്. അതായത് ഒരു നടുമുറ്റം പോലെയൊക്കെ. പിന്നെ അവിടെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമായിട്ട് പരസ്പരം അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരേപോലെയുള്ള 2 കവാടങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് സൂരജ് പോളും മറ്റൊന്ന് ചാന്ദ് പോളുമാണ്. അതായത് സൂര്യ കവാടവും ചന്ദ്ര കവാടവും. അതിൽ സൂര്യ കവാടത്തിൽ കൂടിയായിരുന്നു രാജാക്കന്മാരും മറ്റു വിശിഷ്ട വ്യക്തികളൊക്കെ കടന്നു വന്നിരുന്നത്. പിന്നെ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് ഈ ചാന്ദ് പോളിൽ കൂടിയായിരുന്നു കടന്നു വരാനുള്ള അവകാശം ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ എലിഫൻറ്റ് സവാരിയൊക്കെ അതിൽ കൂടിയാണ് നടത്തുന്നത്. അപ്പം ഞങ്ങളുടെ ഗൈഡ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ബ്യൂട്ടിഫുള്ളാണ് ആ ബിൽഡിങ്ങും കോട്ടയും ഒക്കെ. എന്താ രജപുത്ര മുഗൾ ശൈലികളിലൊക്കെ ഉള്ള ഓരോ കൊത്തുപണികളും ഒക്കെ ആയിട്ടുള്ള ഭിത്തികളും ഒക്കെയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ആംബർ ഫോർട്ട്. അതിൻ്റെ ആകർഷണീയത കൂട്ടാനായിട്ട് അതിൻ്റെ അരികിൽ നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു ഒരു തടാകം, ലേക്ക്, അതായത് മഹോദ എന്ന് പറയുന്ന ലേക്ക്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചുറ്റി കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു. അപ്പോൾ അന്ന കാലത്ത്, അതായത് 1592 അക്ബർ ചക്രവർത്തിയുടെ സേനാനായകൻ, അതായത് അദ്ദേഹത്തിൻ്റെ സഭയുണ്ടല്ലോ, നവരത്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലൊരാളായ രാജ മാൻസിംഗ് ആണ് ഈ ആംബർ ഫോർട്ട് ഇങ്ങനെ പണിതത് എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ഇത് വാട്ടർ ടാങ്കാണ്, അവിടുത്തെ ജലസ്രോതസ്, അതായത് ലേക്കിൽ നിന്നുള്ള വെള്ളം കളക്ട് ചെയ്യുന്ന ഭാഗം. ലേക്കിൽ ഈ മഴവെള്ളമൊക്കെ സംഭരിച്ചിട്ട് അവിടെ നിന്നുള്ള വെള്ളമാണ് ഈ കൊട്ടാരത്തിലും ഫോർട്ടിലും ഒക്കെ ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ വെളുപ്പും ചുവപ്പും ആയിട്ടുള്ള മണൽക്കല്ലുകളൊക്കെ കൊണ്ടാണ് കൂടുതലും ഈ ഫോർട്ട് പണിതിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മതിലുകളിലൊക്കെ ആണെങ്കിലും അന്നത്തെ കാലത്തെ നിത്യജീവിതത്തിലെ ചില രംഗങ്ങളൊക്കെ പകർത്തിയിട്ട് ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് മാഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ഭാഗമൊക്കെ ഇതുപോലെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള തിരക്കാട്ടോ. അന്നത്തെ കാലത്തൊക്കെ ഇതുപോലെ പണിയുക എന്ന് പറഞ്ഞാൽ എത്ര ശ്രമകരമാണല്ലേ. കാണാൻ തന്നെ മനോഹരമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരൊക്കെ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ഞാനിതെല്ലാം ക്യാമറയിൽ പകർത്തിയിട്ടോ. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇതെല്ലാം ക്യാമറയിൽ പകർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളും കൊത്തുപണികളൊക്കെ കാണാനായിട്ട് വളരെ മനോഹരമായിരുന്നു കേട്ടോ. കളറ് തന്നെ ഒരു ഡിഫറെൻ്റ് ആണല്ലോ, ലൈറ്റ് പിങ്ക് കളറാണ്, അതായത് സാൻഡ് സ്റ്റോണിൻ്റെ കളറാണ്.
ഇന്നത്തെ പോലെ പെയിൻറ്റും കാര്യങ്ങളും ഒന്നും അന്നില്ലല്ലോ. തറയൊക്കെ ആണെങ്കിലും ടൈലൊക്കെ പാകിയത് കുറേയൊക്കെ അടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇൻറ്റീരിയറും എല്ലാ ഡിസൈൻസും ഒക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ കൂടി എലിഫൻറ്റ് സഫാരി ഒക്കെ നടത്തുന്നതൊക്കെ കാണാൻ കഴിയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 4 വശവും ചുറ്റപ്പെട്ട് ഒരു ഗ്രൗണ്ട് പോലെയല്ലേ കാണുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് മലനിരകളും ഇതാ കണ്ട എലിഫൻസൊക്കെ കയറി വന്നത്. എനിക്ക് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പേടി, എങ്ങനെ അതുമേൽ വലിഞ്ഞ് കയറണേ എന്നോർത്ത്. പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഇതാ അങ്ങും മലയുടെ മുകളിൽ കാണുന്നത് ഒരു മതിലാട്ടോ. അത് ലോകത്തിലെ തന്നെ 3ാമത്തെ വൻമതിലാണെന്നാണ് ആ ഗൈഡ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അത് അന്ന് കാലത്ത് രാജാവ് പണി കഴിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. ഈ ഫോർട്ട് പണി കഴിപ്പിച്ചത് ഞാൻ പറഞ്ഞില്ലേ, രാജ മാൻസിംഗ് എന്ന് പറഞ്ഞ രാജാവാണ്. അപ്പം അദ്ദേഹം കൂടുതൽ മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ കാണുന്നതൊക്കെ ലൈറ്റിംഗ് ആട്ടോ. അത് രാത്രി ഇതൊക്കെ തെളിയിക്കും എന്നാണ് പറഞ്ഞത്. കണ്ടോ, തിണ്ണയൊക്കെ ടൈലൊക്കെ കുറേയൊക്കെ അടന്നു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ജയ്പൂരിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രാവുകൾ. ഇഷ്ടംമാരെ പ്രാവുകളാട്ടോ. എവിടെ നോക്കിയാലും ഒരു കൂട്ടം പ്രാവുകൾ ഉണ്ടാവും. ചിലപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നതോ നെല്ല് പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ കൂട്ടമായിട്ട് പറക്കുന്നതൊക്കെ കാണാം കേട്ടോ. പിന്നെ ഒരു കാഴ്ചയാണ് ഇതുപോലെയുള്ള ഫോറിനേഴ്സ്. എവിടെ നോക്കിയാലും ഫോറിനേഴ്സ് ഉണ്ട്. അവർ ശരിക്കും എൻജോയ് ചെയ്യേണ്ട കേട്ടോ അവരുടെ ട്രിപ്പ്. ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അതുപോലെ തന്നെ ഞങ്ങളും അതെ കേട്ടോ, ഞങ്ങളുടെ ട്രിപ്പും എൻജോയ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്ത്. ഇതാ നമ്മുടെ വൈഷ്ണവ് ക്യാമറയിലൊക്കെയാണ് ഫോട്ടോസ് എടുക്കണേ. അപ്പോൾ അവൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതാ താഴെ കാണുന്നതാട്ടോ മാമോദ ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം സംഭരിക്കും. ആ വെള്ളമാണ് ഈ കൊട്ടാരത്തിലേക്ക് യൂസ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. എന്ത് മനോഹരമല്ലേ കാഴ്ച. അത് നേരിട്ട് കാണുമ്പോൾ അതിലും മനോഹരാട്ടോ. നമ്മുടെ വീഡിയോസിൽ കാണുന്ന പോലെ അല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ. ഇതാ താഴെ കൂടി എലിഫൻറ്റ് സഫാരി പോകുന്നുണ്ട്. ഓരോ കവാടം ഉണ്ടല്ലോ, ഗേറ്റ് കണ്ടോ അതിലെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളും ഒക്കെ ക്യാമറയിൽ പകർത്തി ഞങ്ങളുടെ കുറേ വീഡിയോസും ഒക്കെ എടുത്ത് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾ 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണെങ്കിലും ചുവർ ചിത്രങ്ങളൊക്കെ അതിമനോഹരം കേട്ടോ, ഒന്നും പറയാനില്ല. അതായത് ഹിന്ദു മുഗൾ സമ്മിശ്ര ശൈലിയിലുള്ള കലാസൃഷ്ടികളൊക്കെയാണ്. ഇത് മുഗൾ ടൈപ്പ് ഗാർഡൻസ് ഒക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഒരു സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു. ഈ മാൻസിംഗ് രാജാവിൻ്റെ രാജ്ഞിക്ക് എന്നും മഴ കാണണം എന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ നേരെ കാണുന്ന സ്ഥലത്തുള്ള മകുടങ്ങളില്ലേ, അത് വാട്ടർ ടാങ്ക് ആക്കി. എന്നിട്ട് അതിൽ നിന്ന് പൈപ്പ് കണക്ട് ചെയ്തിട്ട് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യണം. എല്ലാ ദിവസവും അത് ചെയ്യുമായിരുന്നു എന്ന് പറയണേ. അപ്പോൾ രാജ്ഞി നോക്കുമ്പോൾ എന്നും മഴ. അപ്പോൾ രാജാവ് അവിടെ രാജാവിൻ്റെ ബുദ്ധി പ്രയോഗിച്ചു. രാജ്ഞിക്ക് മഴ കാണാനും പറ്റി എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണെങ്കിൽ ഇത്രയും വിനോദസഞ്ചാരികളൊക്കെ വന്ന് കണ്ടും കേട്ടും പോകുന്നുണ്ടെങ്കിലും ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല കേട്ടോ. അവിടെ എല്ലാം നീറ്റായിരുന്നു. മെയിൻ്റനൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഗാർഡനൊക്കെ ആണെങ്കിലും ആ ഏരിയയിലോട്ടൊന്നും നമ്മളെയൊന്നും കടത്തൂല കേട്ടോ. ദൂരെ നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷെ ഉള്ളിലേക്ക് ഗാർഡൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു
ആ പാലസിൽ എങ്ങനെയാണ് വാട്ടർ കണക്ഷനൊക്കെ നടത്തിയിരുന്നത് എന്ന്. നമ്മുടെ വീടുകളിലൊക്കെ പൈപ്പുകളൊക്കെ കണക്ട് ചെയ്യില്ലേ, എന്ന സംവിധാനങ്ങൾ അന്നും ഉണ്ടായിരുന്നു എന്ന് പറയണേ. പൈപ്പായിട്ടല്ല, കുറച്ച് കണക്ഷനൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ചാലുകളൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് ഗാർഡനിലേക്ക് വിടാനും പിന്നെ അകത്ത് വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്യാനും ഒക്കെയുള്ള വെള്ളങ്ങൾ ശേഖരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു കേട്ടോ. എന്താണെങ്കിലും വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് കേട്ടോ അന്നത്തെ കാലത്തും കൺസ്ട്രക്ഷൻസ് നടന്നിരുന്നത്. ഒരു കുറവും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. രാജാവും രാജ്ഞിയൊക്കെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടായിരിക്കും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നത്. എല്ലാ സംവിധാനങ്ങളും ഇന്നുള്ളതിലും അടിപൊളിയായിരുന്നു അന്നത്തെ സംവിധാനങ്ങൾ എന്ന് പുള്ളി നമുക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. പിന്നെ ചുവരിലൊക്കെ ഇങ്ങനെ കല്ലുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐവറി അതൊക്കെ കുറേയൊക്കെ ഡാമേജ് വന്നു എന്നാണ് പറയുന്നത്. ഇത് ആ ഗാർഡൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ട് ഐവറിയിൽ സെറ്റ് ചെയ്തിരുന്നതാണ്. അതിലും കുറേ ഒക്കെ ഡാമേജ് വന്നു എന്നാണ് പറയണത്. പിന്നെ ഈ കോറിഡോറിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പകൽ അതൊന്നും ഇടില്ലല്ലോ, നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ വാളിലൊക്കെ അതായത് ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് രാജ്ഞി കുളിക്കണ സ്ഥലമാണ് എന്നാണ് പുള്ളി നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. നടുക്ക് രാജ്ഞി നിൽക്കും, ഈ 4 സൈഡിലും സ്റ്റെപ്പിൽ രാജ്ഞീനെ കുളിപ്പിക്കുന്ന തോഴിമാർ നിന്നിരുന്ന സ്ഥലമാണെന്നാണ് പറയണത്. ഏതാണ്ട് ബാത്ത് ടബ് പോലെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടേക്കുള്ള പൈപ്പ് കണക്ഷൻ, പൈപ്പല്ല, വെള്ളം വരാനുള്ള സ്രോതസ്സൊക്കെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിൽ. പിന്നെ രാജ്ഞിയുടെ വസ്ത്രങ്ങൾ വാഷ് ചെയ്യണ സ്ഥലം എല്ലാം തന്നെ കാണിച്ചു തന്നു കേട്ടോ. പുള്ളി എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഇടിയാണ് ആളുകൾ, ആ ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണേ.